recommend that you reserve a seat. Reservations can be made for free up to 5 minutes. So high, feet on the ground, but I still get by. The rules were made for someone else to try. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് എഡിൻബറ വേവർലി ട്രെയിൻ സ്റ്റേഷൻ്റെ മുമ്പിലാണ്. ഞാൻ ഇതിനു മുമ്പ് 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട് എഡിൻബറയിൽ. പക്ഷേ ദിസ് ടൈം ഫോർ എ സ്പെഷ്യൽ റീസൺ ഫോർ മീറ്റിംഗ് മൈ ഫ്രണ്ട്. അപ്പോൾ ഞങ്ങൾ 3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ട്. 3:30 എത്തേണ്ട ട്രെയിനായിരുന്നു, പക്ഷേ എന്നെ ലേറ്റായിട്ട് 4 മണി ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ വരുന്നത് ബെൽഫാസ്റ്റിൽ നിന്നാണ്. അപ്പോൾ ബെൽഫാസ്റ്റിന് ഫ്ലൈറ്റിലാണ് വരുന്നത്. ആ ഫ്ലൈറ്റും ഡിലേ ആയതുകൊണ്ട് കുറച്ച് സമാധാനമുണ്ട്, നമുക്ക് ടൈമുണ്ട്. രാവിലെ ഇത് കുറേ നാളായിട്ട് എക്സൈറ്റ്മെൻറ്റൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ATM നിന്ന് ക്യാഷ് എടുക്കാൻ നോക്കുമ്പോഴാണ് റിയലൈസ് ചെയ്തത് എൻ്റെ കാർഡ് എക്സ്പയർ ആയി കഴിഞ്ഞു എന്നുള്ളത്. പിന്നെ ട്രെയിനിന് വരാനൊരു 10-15 മിനിറ്റ് ടൈം മാത്രം ബാക്കിയുള്ളപ്പോഴത്തേക്കിനും വീട്ടിൽ വിളിച്ചിട്ട് ഹസ്ബൻഡിനെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കിനും ഹസ്ബൻഡിൻ്റെ കാർഡായിട്ട് മോനെ അയച്ചു. അപ്പോൾ ഒരു ചെറിയൊരു ടെൻഷനൊക്കെ കഴിഞ്ഞിട്ടാണ് എത്തിയത്. ഇപ്പോൾ സെറ്റാണ്. അതൊന്ന് പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു ട്രെയിനിൽ. ഇപ്പോൾ കംപ്ലീറ്റ് സെറ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് ട്രാവലോജിലാണ് റൂം എടുത്തേക്കുന്നത്. അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടെ എത്തും. അവിടെ വെച്ചാണ് ഞങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് നടന്ന് നേരെ റൂസ് സ്ട്രീറ്റിലുള്ള ട്രാവലോജിലെത്തി. ഇവിടെയാണ് റൂം ബുക്ക് ചെയ്തേക്കുന്നത് 2 ദിവസത്തേക്ക്. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്കും റിസപ്ഷനിൽ ആളില്ല. അപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ചെക്ക് ഇൻ ചെയ്ത് അകത്തേക്ക് കയറിയിരിക്കുകയാണ്. 4th ഫ്ലോറിലാണ് റൂം ഇരിക്കുന്നത്. ഇത് ടോയ്ലറ്റ്, നല്ല വിശാലമായ ടോയ്ലറ്റാണ്. ഷവർ. അവൾ എയർപോർട്ടിൽ നിന്ന് ബസ് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹാഫ് ആൻ അവർ എടുക്കും ഇങ്ങോട്ട് എത്താനായിട്ട്. മീൻവെയിൽ ഞാൻ ഫ്രണ്ടിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. അവളുടെ പേര് ശോഭ. ഞങ്ങൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ച് വളർന്നതാണ്. ഒരുമിച്ച് പഠിച്ച് വളർന്നു വന്നതിനേക്കാൾ ഒരുമിച്ച് സിനിമ കണ്ട് വളർന്നു അങ്ങനെയൊക്കെ പറയുന്നതായിരിക്കും നല്ലത്. കാരണം ഞങ്ങൾ ക്ലാസ് റൂമിൽ ഇരുന്നതൊക്കെ 2 ധ്രുവങ്ങളിലായിട്ടാണ്. അപ്പോൾ പഠിത്തത്തെക്കുറിച്ച് അങ്ങനെ ഒരു കോൺവെർസേഷൻ ഉള്ളതായിട്ടൊന്നും എൻ്റെ മെമ്മറിയിലില്ല. ഞങ്ങൾ ലോകത്തുള്ള പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. വേറെ ആയിരിക്കും, ഞങ്ങളുടെ ടോപ്പിക്കൊക്കെ വേറെ തന്നെയായിരിക്കും സംസാരിക്കുന്നത്. പിന്നെ സിനിമ കാണുന്ന കുറേ മെമ്മറീസ് ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് സിനിമയ്ക്ക് ഞങ്ങൾ കുറേ ഫ്രണ്ട്സൊക്കെ പ്ലാൻ ചെയ്യുമെങ്കിലും ചിലപ്പോൾ അവരുണ്ടാവും, ചിലപ്പോൾ അവർ ലാസ്റ്റ് മിനിറ്റ് ക്യാൻസലാവും. എന്നാലും ഞങ്ങൾ 2 പേരും ഉണ്ടാവും. അങ്ങനെയൊക്കെ കുറേ മെമ്മറീസ് ഉണ്ട്. പിന്നെ വൈക്കം, അവളുടെ വീട് അവൾ വൈക്കത്തായിരുന്നു. അപ്പോൾ വൈക്കത്തഷ്ടമി കൂടാൻ പോയതും അങ്ങനെ കുറേ മെമ്മറീസൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ കോളേജ് കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മീറ്റപ്പ് എന്ന് പറയുന്നത് കോട്ടയത്ത് തന്നെയായിരുന്നു. കോട്ടയത്താണ് പഠിച്ചത്. അപ്പോൾ കോട്ടയത്ത് തന്നെയായിരുന്നു ഫസ്റ്റ് മീറ്റപ്പ് കോളേജൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും. പിന്നെ അത് പോകെ കേരളമൊക്കെ വിട്ട് തമിഴ്നാടായി. ചെന്നൈയിലായിരുന്നു പിന്നെയുള്ള മീറ്റപ്പ്. അന്ന് ഞങ്ങൾ മീറ്റ് ചെയ്തിട്ട് നമ്മൾ തിരുവയാൺമിയൂർ ബീച്ചിൽ പോയി. അങ്ങനെ ഒരു ദിവസം നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ബാംഗ്ലൂർ 2-3 പ്രാവശ്യം ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ടു. ഇപ്പം നമ്മൾ ഇന്ത്യയൊക്കെ വിട്ട് സ്കോട്ട്ലൻഡിലായി ഇപ്പോഴും മീറ്റപ്പ്. ഓർമ്മ തന്നെ ഭയങ്കര ഒരു അതിശയമാണ്. പിന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും നമ്മൾ, കാരണം കോളേജിൽ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് അത് ഇത്രയും കൊല്ലം കണ്ടിന്യൂ ആയിട്ട് വന്നു എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ 2 ദിവസം ഒരുമിച്ച് താമസിച്ച് ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തെന്ന് പറയാൻ പറ്റില്ല. ഇത് കൈൻഡ് ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന് വേണം പറയാൻ. ഞാനൊരു 2 കൊല്ലം മുമ്പ്
അവളോട് പറഞ്ഞിരുന്നു നമുക്ക് ഒരുമിച്ച് ഒരു ട്രിപ്പെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ട്. അവളും പറഞ്ഞു ഓക്കെ ഡി നമുക്ക് പോകാമെന്നൊക്കെ. അന്ന് അത് ആഗ്രഹം ഉണ്ടായിരുന്നു, നമുക്ക് രണ്ടുപേർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. അപ്പോൾ അത് ഇത്രയും പെട്ടെന്ന് തന്നെ നടക്കുമെന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. താങ്ക് യു. അപ്പോൾ അതിന് എന്തോ ഒരു മാജിക്കലായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇറ്റ്സ് ഗോയിങ് ടു ബി ആൻ എക്സൈറ്റിംഗ് വീക്കെൻഡ്. എഡിൻബറ പോകണമെന്നുള്ളത് അത് നിന്റെ കൂടെയായി. പണ്ട് ക്ലാസ് കട്ട് ചെയ്ത് അച്ഛൻ്റെ അമ്മ കാണാൻ പോയ ഓർമ്മയില്ലേ? സത്യം, അച്ഛൻ്റെ അമ്മ മാത്രമോ എത്ര സിനിമകള്. ഞാനിത് വരുന്ന വഴി ഓർക്കുമായിരുന്നു. പണ്ട് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകുമായിരുന്നു, ഇപ്പൊ കട്ട് ചെയ്തിട്ട് എഡിൻബറ വരെ വന്നു. ഞാൻ പറയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ വേറെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും, പക്ഷെ ലാസ്റ്റ് മിനിറ്റ് അവര് ക്യാൻസൽ ആയാലും നമ്മൾ എല്ലാവർക്കും വേണ്ടി ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അവൾമാർക്കൊക്കെ തയ്ച്ചു കൊടുക്കണം കേട്ടോ. നമുക്ക് ലിങ്ക് ഷെയർ ചെയ്യാം. 2 ഹോട്ട് ചോക്ലേറ്റ് ഞങ്ങൾക്ക് ഫുൾ സെറ്റപ്പ് ആയിട്ടാണ് അവൾ വന്നേക്കുന്നത്. ഇത്രയും വലിയ ലഗേജ്, 2 ദിവസത്തേക്ക് വലിയ ലഗേജ്, ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെ അതിനകത്തുണ്ടെന്ന് നമുക്ക് കണ്ടറിയണം. രാത്രി വിളിക്കാം. എന്ത് സെറ്റപ്പ് ഈ കുണ്ടാവണ്ടി. ഇതൊക്കെ വെറുതെ എനിക്ക് കൈ വേദനിക്കാതിരിക്കാനായിട്ടുള്ള സെറ്റപ്പ് എന്നേ ഉള്ളൂ. അത് ലൈറ്റ് ഓഫായില്ലേ? ഓഫായിട്ടാ ഞാൻ എടുത്തേ. കയ്യിലൊക്കെ വെച്ച് നോക്കുന്നു. ചൂടായാലും തോന്നുന്നു. ഷുഗർ വേണോ? ഷുഗർ വേണം, ഞാൻ എടുക്കാറില്ല. കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ മെലിഞ്ഞ് സുന്ദരിയായിട്ടിരിക്കുന്നു. മെലിഞ്ഞെന്നോ? എവിടെ? പറഞ്ഞേ. വണ്ണമില്ല, പക്ഷെ മെലിഞ്ഞിട്ടില്ല, അത്രേ ഉള്ളൂ. അല്ല ഉണ്ട്, ചൂടുണ്ട്. പുക പറക്കണോ? താങ്ക്സ് ഡി. ചിയേഴ്സ്. ചിയേഴ്സ്. അപ്പോൾ നമ്മൾ ഡീൻസ് വില്ലേജിൽ പോവുകയാണെങ്കിൽ വൈകുന്നേരം ഒരു എത്രയടി സമയം 6:15 എന്നാൽ ഇവിടെ ഇന്ത്യയെ പോലെ ഒന്നും അല്ലല്ലോ. ഇവിടെ 10 മണി വരെയൊക്കെ നല്ല വെളിച്ചമാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒന്ന് ഫ്രഷാക്കി ആയി ചോക്ലേറ്റ് കോഫിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ബെൽസ്ബ്രേ ബ്രിഡ്ജ്. ഇവിടെ വരുന്നവരൊക്കെ, എഡിൻബറ വരുന്നവരൊക്കെ സാധാരണ ഈ എഡിൻബറ സിറ്റിയൊക്കെ കണ്ടിട്ട് നമ്മുടെ ഹൈലാൻഡ് ടൂറൊക്കെ എടുത്തിട്ട് അങ്ങ് പോകും. ഡീൻസ് വില്ലേജ് അത്ര ഫേമസ്, അത്ര പോപ്പുലർ അല്ല. നല്ല ഭംഗിയാണ്. ഈയിടെയാണ് ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത്. ഞാനും ഇതിനു മുമ്പ് വന്നപ്പോൾ ഇവിടെ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ ചെന്നിട്ട് ഇനി ബാക്കി കഥ. ഗൈസ്, എവിടെ നോക്കിയാലും കുറേ സാധനങ്ങൾ, കുറേ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ബിൽഡിങ്സ് ഒക്കെയാണ്. അത് അതുപോലെ തന്നെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കതൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഞങ്ങളിവിടെ ബിസിയായിരുന്നു കോൺവെർസേഷനിൽ. ഞങ്ങളുടെ പഴയ ഓർമ്മകളൊക്കെ അയവിറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ അത് കുറച്ച് മിസ്സായി. എന്നാലും നിങ്ങളെ പറ്റുന്നതൊക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും. ദേ പുറകിൽ കണ്ടോ ഒരു കത്തീഡ്രൽ. അപ്പോൾ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. എവിടെ നോക്കിയാലും ഇതുപോലത്തെ ബിൽഡിങ്സ് ഒക്കെയാണ്. സോ ഫുൾ ടൈം നമുക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് കിടന്നാൽ നമുക്ക് ഇവിടെ വർത്താനം പറയാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ടാണ്, നിങ്ങൾ ക്ഷമിക്കണം. കുറച്ച് വേണമെങ്കിൽ ഫ്രണ്ടിൽ പോകണമായിരിക്കും. ഏതാ? ഇവിടെ മുഴുവൻ ആൾക്കാർ താമസിക്കുന്നത് തന്നെയാണ്. എന്ത് മനസ്സമാ. നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ വെള്ളം വീഴുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കിട്ടുമോ എന്നറിയില്ല, ബട്ട് നല്ല രസമുണ്ട്. ഈ പിക്ചറിസ്റ്റിക്, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഉള്ളൊരു ലൊക്കേഷനാണ്.
നമ്മൾ വെൽസ്ബ്രി ബ്രിഡ്ജിലാണ് നിൽക്കുന്നത്. ഇത് പോപ്പുലറായ ലൊക്കേഷനാണ് ഡീൻസ് വില്ലേജിൽ. ഓക്കെ, ഇതുവഴി ഇത് ലെയ്ത്താണ്, ലെയ്ത്ത് റിവറാണ്. ഇത് നമുക്ക് ഇതിൻ്റെ ചുറ്റും വാക്ക് ചെയ്യാനുള്ള പാത്തൊക്കെ ഉണ്ട്. അങ്ങനെ ഫസ്റ്റ് ലൊക്കേഷൻ നമ്മളെത്തി. വാട്ടർ ഓഫ് ലീത്ത് വാക്ക് വേ. അങ്ങോട്ട് പോകണ്ട, ഡാം സൈഡ് കണ്ടല്ലോ. അച്ഛാ, ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, ഇവിടെ പോയിട്ട് അവിടെ പോകാം. എന്ത് സമാധാനമാണ്. നമുക്ക് ഇതുവഴി പോയി കഴിഞ്ഞാൽ, ഇതുവഴി നമ്മൾ ഇപ്പോൾ പോകുന്ന റിവറിൻ്റെ ചുറ്റും നടക്കാൻ വേണമെങ്കിൽ ഇപ്പം ഞങ്ങൾ ആ ഏരിയയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ചില ഏരിയാസൊക്കെ ഉണ്ട് ഇവിടെ കാണാൻ, മിസ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഏരിയാസ് ഉണ്ട്, അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മളിത് ആ വഴിയാണ് നടന്നു വന്നത്. അതുവഴി ഈ ബ്രിഡ്ജ് കയറി ഇങ്ങനെ നടന്ന് നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് എത്തി. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് നടക്കാൻ പോവാണ്. ഇവിടെ മൊത്തം കയറ്റം ഇറക്കമാണ്. എനിക്കാണെങ്കിൽ നമ്മുടെ കോട്ടയത്തെ തിരുനക്കര ആ കയറ്റമൊക്കെ കയറുന്ന ഒരു ഓർമ്മയാണ്. എവിടെ വരെ എത്തി? എന്നും അത് കയറിയല്ലേ പോയിക്കൊണ്ടിരുന്നത്. ഇല്ല, നേരെ പോയാൽ പോരെ നോക്കിയതാ. ഗൈസ്, ഇപ്പം എന്നെ കൊണ്ട് നടത്തിക്കുവാ കേട്ടോ. ഞാൻ നടക്കാതെ നിങ്ങൾക്ക് ഒരു പരിപാടി നടക്കില്ല. നടന്ന് ക്ഷീണിച്ചേട്ടോ. നമുക്കൊരു 90 വയസ്സാകുമ്പോൾ നമ്മൾ ഈ വീഡിയോ എടുത്ത് വെച്ച് നോക്കുമോ? 90 വയസ്സ് വരെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കാമല്ലോ. 60 വയസ്സ് വരെ ഇടയ്ക്കിടയ്ക്ക് നോക്കാം. മേളിൽ കാണുന്നതാണ് ഡീൻസ് ബ്രിഡ്ജ്. നമ്മളിപ്പോൾ അതിൻ്റെ താഴെ കൂടെ നടന്നു പോവുകയാണ്. ഒരു സീറ്റ് കണ്ട ഉടനെ അവളവിടെ ഇരുന്നു. നടന്ന് ക്ഷീണിച്ചു വയസ്സ്. നനഞ്ഞിരിക്കുന്നു മൊത്തം. ഞാൻ ഈ ചാക്കി വെച്ചിട്ടുണ്ടിരിക്കും.
പ്രശ്നമില്ല. ഈ ഡീൻസ് വില്ലേജ് എന്ന് പറയുന്നത് മില്ലിങ്ങിനൊക്കെ പണ്ട് യൂസ് ചെയ്തിരുന്ന മില്ലിംഗ് ആയിരുന്നു ഇപ്പം മൊത്തം നടന്നുകൊണ്ടിരുന്നത് ഇവിടെ ഇപ്പോൾ ചിലരൊക്കെ താമസിക്കുന്നുണ്ട്. റെസിഡൻഷ്യൽ ഏരിയ ആണ്, കോട്ടേജസ് ഉണ്ട്. ഡീൻ ഇൻഡസ്ട്രിയൽ വില്ലേജ്. എവിടെ നടന്നാലും വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കാം. ഇത് കണ്ടോ വഴി സൗണ്ട്? അല്ല, നമുക്ക് ഇനിയും പിടിക്കാം. കിളിയുടെ സൗണ്ട് അല്ലേ? നല്ല വഴിയല്ലേ? നല്ല നേച്ചറിസ്റ്റിക് ആയിട്ടുള്ള, ഒരു സൈഡ് വെള്ളത്തിൻ്റെ സൗണ്ട്, മറ്റൊരു സൈഡ് ബേർഡ്സിൻ്റെ സൗണ്ട്, ട്രീസ്, ചുറ്റും ട്രീസ്, മെഡിറ്റേഷൻ. വേറെ ഏതോ ഒരു ലോകത്തേക്ക് വന്ന പോലെ അല്ലേ? ആ സിറ്റിയിൽ നിന്നാണ് നമ്മൾ ഒരു 15 മിനിറ്റിലാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയത്. നല്ല മഴയുണ്ട് കേട്ടോ. നല്ല കേൾക്കും. അതും ഇന്റൻഷൻ റൈറ്റ് ആണെങ്കിൽ ഇന്റൻഷൻ. നമ്മുടെ ഈ ട്രിപ്പ് കേട്ടു സത്യം. നീ ലിറ്ററലി ചോദിച്ചത് നമുക്ക് UK ഒരു ട്രിപ്പ് അടിക്കണ്ടായിരുന്ന. നീ അന്ന് എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോകണം, ഇന്റർനാഷണൽ എവിടെയെങ്കിലും ഓക്കെ ആണെന്ന് ഞാൻ പറഞ്ഞു. നീ ഇതൊക്കെ നിർത്തിക്കണം, ഇതൊക്കെ കട്ട് ചെയ്യണം. അല്ലെ ആൾക്കാർ വിചാരിക്കും നമുക്ക് നമ്മൾ പറഞ്ഞു നിർത്തിയാണ്. ഇതാണ് ഡീൻ ബ്രിഡ്ജ്. നമ്മൾ താഴെ ഒരു ബ്രിഡ്ജ് കണ്ടില്ലേ, അതാണിത്. ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വന്നാൽ തമിഴ് തരും എന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്ത് ഫുഡ് എത്തി. ഞാനൊരു വെജ് ബിരിയാണി ഓർഡർ ചെയ്തു. ശോഭ ഒരു ചിക്കൻ കൊത്തു പൊറോട്ട ഓർഡർ ചെയ്ത് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്തായി, സമയം എന്തായി? ഇവിടുത്തെ സമയം അല്ലേ? ഇവിടുത്തെ സമയം 9 മണിയായി. പക്ഷേ നല്ല വെളിച്ചമൊക്കെയാണ്. അപ്പോൾ കഴിച്ചിട്ട് നമ്മുടെ റൂമിൽ പോയിട്ട് കിടന്നുറങ്ങണം. ഉറങ്ങുമോ അതോ കത്തി വെച്ചോണ്ടിരിക്കുമോ? നമ്മളതിനോട് പറയാൻ പറ്റില്ല. നോക്കാം. അപ്പോൾ നമ്മൾ റൂമിലൊക്കെ എത്തി റിഫ്രഷായി ഇപ്പോൾ കിടക്കാൻ പോവുകയാണ്. ശോഭ ഓൾറെഡി സൈഡായി കഴിഞ്ഞു. അവൾ നാളെ രാവിലെ മീറ്റ് ചെയ്യുന്നതായിരിക്കും. ബൈ, ഗുഡ് നൈറ്റ്.